നമസ്കാരം. ഉക്രൈൻ സംഘർഷം ഉടൻ തന്നെ അവസാനിക്കുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി സാക്ഷാൽ പുടിന്റെ അനുവാദത്തിനായി അപേക്ഷിക്കുകയാണ് സെലൻസ്കി. അതായത് പുടിനുമായി ഒരു സമാധാന ചർച്ച നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സെലൻസ്കി. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ പിയേഴ്സ് മോർഗനുമായുള്ള അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സെലൻസ്കി അതിനുള്ള സന്നദ്ധത സൂചിപ്പിച്ചതായിട്ടാണ് വിവരം. ഉക്രൈനിലെ പൗരന്മാർക്ക് സമാധാനം കൊണ്ടുവരാനും ആളുകളെ നഷ്ടപ്പെടുത്താതിരിക്കാനും കഴിയുന്ന ഒരു ഉപാധി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായും പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് സെലൻസ്കി അറിയിച്ചിരിക്കുന്നത്. അതേസമയം പുടിന് തന്നോടുള്ള മനോഭാവം എന്താണെന്ന് അറിയില്ലെന്നും താൻ പുടിനോട് ദയ കാണിക്കില്ലെന്നും ശത്രുവായി തന്നെയാണ് കണക്കാക്കുന്നതെന്നും സെലൻസ്കി പറയുന്നുണ്ട്. പക്ഷേ ഈ പരാമർശങ്ങളൊക്കെ തന്നെ സെലൻസ്കിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് തന്നെ വീഴ്ത്താനാണ് സാധ്യത. മുൻകാലങ്ങളിൽ പുടിനുമായി ചർച്ച നടത്താൻ അദ്ദേഹം പലതവണ വിസമ്മതിച്ചിരുന്നു. കൂടാതെ റഷ്യയുമായും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രത്യേകമായി ചർച്ചകൾ നിരോധിക്കുന്ന ഒരു ഉത്തരവിൽ പോലും സെലൻസ്കി ഒപ്പുവെച്ചു. 2024 മെയ് മാസത്തിൽ സെലൻസ്കിയുടെ പ്രസിഡന്റ് കാലാവധി അവസാനിപ്പിച്ചതിനാൽ ഒരു കരാറിലും ഒപ്പിടാൻ അദ്ദേഹത്തിന് നിയമസാധ്യതയില്ലെന്ന റഷ്യയുടെ നിലപാട് കഴിഞ്ഞ ആഴ്ച പുടിൻ ആവർത്തിച്ചിരുന്നു. എന്നിരുന്നാലും സെലൻസ്കി ചർച്ചകൾക്ക് തയ്യാറാണെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞിരുന്നു. റഷ്യയുമായുള്ള ചർച്ചകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉക്രൈന്റെ ഉത്തരവ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള അർത്ഥവത്തായ ചർച്ചകൾക്ക് ഒരു പ്രധാന തടസ്സമായി തുടരുന്നുവെന്നാണ് പുടിൻ അഭിപ്രായപ്പെട്ടത്. കൂടാതെ ഉക്രൈൻ ചർച്ചാ സംഘത്തിന്റെ അധികാരം വിലയിരുത്തുന്നതിനും ഒരു കരാറിൽ ഒപ്പിടാൻ അവർക്ക് ശരിയായ നിയമപരമായ പദവിയുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനും നിയമവിദഗ്ധരുടെ ഒരു സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിനിടയിൽ സംഘർഷം അവസാനിപ്പിക്കാൻ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ട്രംപ്. ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ ആകാനാണ് സാധ്യതയെന്ന് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈൻ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശവും പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സന്നദ്ധയും പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവനകളെ തുടർന്നാണ് കൂടിക്കാഴ്ചയ്ക്കുള്ള വഴി തെളിഞ്ഞത്. കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ സൗദി അറേബ്യയും UAEയും സന്ദർശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഉക്രൈൻ സംഘർഷത്തിലുടനീളം രണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും നിഷ്പക്ഷത പാലിച്ചാണ് നിലകൊണ്ടിരുന്നത്. റഷ്യ ഉക്രൈൻ നേതാക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ട്രംപുമായും പുടിനുമായും സൗദി UAE രാജ്യങ്ങളുടെ നിഷ്പക്ഷ നിലപാട് കൂടിക്കാഴ്ചയ്ക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആതിഥേയത്വം വഹിക്കാൻ അവരെ അനുയോജ്യരാക്കുന്നുവെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ നിലവിലെ ഭൗമ രാഷ്ട്രീയ സാഹചര്യമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഉക്രൈനോടുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ് റഷ്യ അമേരിക്ക കൂടിക്കാഴ്ചയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാതിരുന്നതെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിലുള്ളത്. സൗദി അറേബ്യയും UAEയിലെയും നേതാക്കളുമായി ട്രംപും പുടിനും നല്ല ബന്ധം വളർത്തിയെടുത്തു വരികയാണ്. അധികാരമേറ്റ ശേഷം ട്രംപ് വിളിച്ച ആദ്യ വിദേശ രാഷ്ട്രത്തലവൻ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നു. കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ ലിങ്ക് വഴി നടത്തിയ പ്രസംഗത്തിനിടെ കിരീടാവകാശി ഒരു അത്ഭുതകരമായ വ്യക്തി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. സമാധാന ചർച്ചകൾക്കായി ഒരു ഭാഗത്ത് തലമുറയിടുന്ന സെലൻസ്കി അതിനിടയിൽ റഷ്യയോട് പിടിച്ചു നിൽക്കാൻ ഇപ്പോൾ ആയുധങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലുമാണ്. റഷ്യയെ തടയാനോ അല്ലെങ്കിൽ തന്റെ രാജ്യത്തെ നാറ്റോയിലേക്ക് വേഗത്തിൽ എത്തിക്കാനോ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉക്രൈൻ ആണവായുധങ്ങളും കൂടുതൽ മിസൈലുകളും നൽകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഉക്രൈൻ നേതാവായ വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 4 ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ പിയേഴ്സ് മോർഗൻ നടത്തിയ അഭിമുഖത്തിലാണ് സെലൻസ്കി ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. എന്നാൽ റഷ്യക്ക് ഇത്തരമൊരു നിർദ്ദേശം പൂർണ്ണമായും സ്വീകാര്യമല്ലെന്ന് അറിയാമായിരിക്കെ സാധ്യമായ സമാധാന ചർച്ചകൾക്ക് പകരം ഉക്രൈൻ എന്തുകൊണ്ടാണ് നാറ്റോ അംഗത്തിന് പകരം മറ്റൊരു ബദൽ മാർഗത്തിന് വിസമ്മതിക്കുന്നതെന്ന് മോർഗൻ സെലൻസ്കിയോട് ആരാഞ്ഞിട്ടുമുണ്ട്. സമീപഭാവിയിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ ചേരുന്നതിൽ നിന്ന് ഉക്രൈൻ തടയപ്പെട്ടാൽ പിന്നീട് ഉക്രൈന് തീർച്ചയായും പാശ്ചാത്യ രാജ്യങ്ങളിൽ മാറി മാറി വരുന്ന പുതിയ ഭരണകൂടങ്ങളിലെ രാഷ്ട്രതലവന്മാരോട് ഇത്തരമൊരു ആവശ്യം ചോദിക്കാൻ എന്ത് അവകാശമാണ് ഉണ്ടാവുക എന്നായിരുന്നു സെലൻസ്കി അതിന് നൽകിയ മറുപടി. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് ആണവായുധങ്ങളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളും തന്ന് സഹായിക്കണമെന്ന് സെലൻസ്കി അഭിമുഖത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുമുണ്ട്. ഉക്രൈനിലെ 1 ദശലക്ഷം സൈന്യത്തിന് ധനസഹായം നൽകാനായി പാശ്ചാത്യ രാജ്യങ്ങളോട് അദ്ദേഹം തന്റെ അഭിമുഖത്തിലൂടെ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാനും സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തുടർന്നുള്ള ഉക്രൈന്റെ ഭാവി നമ്മൾ കണ്ടു തന്നെ അറിയണം. പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.